എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടുക്ക അച്ചാറാണ്. അപ്പോൾ ഇതിന് നമുക്ക് കടുക്ക നന്നായിട്ട് കഴുകിയിട്ട് പുഴുങ്ങി വെക്കണം. അപ്പോൾ ഇത് കടുക്ക പുഴുങ്ങി വെച്ചതാണ്. ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. കുറേ പ്രാവശ്യം കഴുകിയാലേ അതിൻ്റെ ചളിയൊക്കെ പോവുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് നന്നാക്കിയെടുക്കാം. തോല് ഉള്ളുന്ന ദശ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് അതും അതിലൊരു ചെറിയ നാരും കുഞ്ഞു നാരും ഉണ്ടാവും, അതും ഒക്കെ കളഞ്ഞെടുക്കണം. ഇതാണ് വേസ്റ്റ്, അതും കളയണം. അതിലൊരു കുഞ്ഞു നാരും ഉണ്ടാവും, അതാണ് മെയിനായിട്ട് കളയേണ്ടത് കേട്ടോ. ഇത് കുഞ്ഞ് കടുക്കയാണ്, അതുകൊണ്ടാണ് അച്ചാറിടാമെന്ന് വിചാരിച്ചത്. നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം മാറ്റി വെച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ച കടുക്കയാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ചേർത്ത് വയ്ക്കാം. അപ്പം നമ്മളെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ചെറിയ ചെറിയ വീഡിയോസാണ്. എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർമ്മിക്കണേ. അപ്പോൾ ഇത് മൂടി വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ, നല്ലെണ്ണയാണ് എടുക്കുന്നത്, നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എണ്ണയൊക്കെ ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടുക്ക കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ തന്നെ ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണേ. എല്ലാവർക്കും കടുക്കൊക്കെ കിട്ടുമോ? ഇവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നൊരു സാധനമാണ്, പക്ഷേ ഇപ്പം നല്ല വിലയാണ് കടുക്കയ്ക്ക്. അതാ മരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല പാകമായി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് ഇത്. വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 കിലോ 1.5 കിലോളം കടുക്കുണ്ട്, പക്ഷേ നന്നാക്കി വന്നപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉണ്ടോ, നമ്മൾ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ചാനൽ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.